പൈനാപ്പിൾ കൊണ്ട് സ്വാദിഷ്ടമായ ഒരു പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് പൈനാപ്പിൾ ആദ്യം അരിഞ്ഞെടുക്കുക. ഇതിപ്പം ഒരു പൈനാപ്പിൾ എങ്ങനെ തൊലി കളഞ്ഞ് അരിയുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പച്ചടിക്ക് വേണ്ടി അര പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. പൈനാപ്പിളിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ മുറിച്ച് സൈഡിലുള്ള തൊലികൾ നന്നായിട്ട് അരിഞ്ഞ് മാറ്റുക. അത് രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് അകത്തൊരു കനമുള്ള കമ്പ് കാണും. അത് നമ്മൾ മുറിച്ച് കളയേണ്ടതാണ്. ഇതുപോലത്തെ നടുഭാഗത്തിലുള്ള ആ തണ്ട് ഇതുപോലെ മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഏകദേശം 2 കപ്പോളം പൈനാപ്പിൾ കഷ്ണങ്ങളുണ്ട്. ഒരു ചട്ടിയിലിട്ട് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുക. ചെറുതീയിൽ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം വാർന്നു വരും. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വരുന്നത് വരെ ചെറുതീയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കുക. ഏകദേശം അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ വെന്ത് വരുമ്പം അതിലേക്ക് പൈനാപ്പിളിൻ്റെ സ്വാദിന് അനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ചില പൈനാപ്പിൾ നല്ല മധുരമായിരിക്കും. അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. സ്വാദിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. പഞ്ചസാര ചേർക്കുമ്പം പഞ്ചസാരയും അലിഞ്ഞ് പൈനാപ്പിളിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുകയും ചെയ്യും. പഞ്ചസാര നല്ലോണം അലിഞ്ഞ് പൈനാപ്പിളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും 2 പച്ചമുളകും കൂടെ ചേർത്ത കൂട്ടാണ് ചേർക്കുന്നത്. 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഏകദേശം കൂട്ട് കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. അതിലേക്ക് ഒരു 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ തൈര് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഉടച്ച് ചേർക്കുക. ചേർക്കുമ്പം തൈര് നന്നായിട്ട് ഇതുപോലെ ഉടച്ച് ചേർക്കുക. തൈര് ചേർത്തതും പിന്നെ അത് വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിലേക്കൊരു താളിപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞു നന്നായിട്ട് യോജിച്ചതിന് ശേഷം താളിപ്പിന് ചേർക്കുന്നത് വെളിച്ചെണ്ണയിൽ കടുകും ചുമന്ന മുളകും കരിവേപ്പിലയും ഒരു നുള്ളു മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഒരു കളറിന്. താളിപ്പ് ചേർത്തതും ഇതുപോലെ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം ഇളക്കി യോജിപ്പിക്കുക. താളിപ്പിൻ്റെ മണം നന്നായിട്ട് അതിൽ കിട്ടാനായിട്ടാണ് ഇങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ നല്ല കട്ടിക്ക് നമ്മൾ ഇലയിൽ വിളമ്പുകയാണെങ്കിൽ ഒഴുകിപ്പോവാത്ത പരുവത്തിൽ നല്ല കട്ടിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വിളമ്പാവുന്നതാണ്. സദ്യക്കൊക്കെ പച്ചടി പല രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പൈനാപ്പിൾ കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് രീതിയിൽ പച്ചടി തയ്യാറാക്കുന്നതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഷെയർ ചെയ്യുക. ഈ രീതിയിൽ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഈ പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.